കേരളത്തിലെ പ്രബലരായ രണ്ട് മുന്നണികൾ LDFും UDFും. അതിൽ UDFിലെ തന്നെ പ്രധാന രണ്ട് കക്ഷികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. അഭിപ്രായങ്ങളിലെ ചേരിതിരിവ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ലീഗിനെയും കോൺഗ്രസിനെയും വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ ലീഗിനെ പ്രതിസന്ധിയിലേക്ക് നയിക്കാറുമുണ്ട്. ഇവയ്ക്ക് പുറമെ ലീഗിന്റെ ആവശ്യങ്ങൾ പാലിക്കപ്പെടാറില്ല എന്ന പരാതിയും നിരന്തരമായി ഉയർത്താറുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വടകരയിൽ നടന്ന പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ വടകരയിലെ നിലവിലെ സാഹചര്യവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. ഇത് വടകരയുടെ പ്രതിച്ഛായയ്ക്കും കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിന് അനുയോജ്യമാവുകയില്ല എന്നും കണ്ട് സർവകക്ഷി യോഗം വിളിക്കണമെന്ന ഒരു ആവശ്യവും ഉയർന്നു. ഈ തീരുമാനത്തിന് പിന്തുണയുമായി പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ രംഗത്തെത്തി. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനാണ് തിങ്കളാഴ്ച PK കുഞ്ഞാലിക്കുട്ടി MLAയുമായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി സംസാരിച്ചതായി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള IUMLന് അവിടെ സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് മോഹനൻ പറയുന്നുണ്ട്. എന്നാൽ സർവകക്ഷി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കാഫിർ പ്രചരണത്തിലെ പ്രതിയെ പിടികൂടാതെ സർവകക്ഷി യോഗത്തിന് തയ്യാറല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആദ്യം അറസ്റ്റ്, അതിനുശേഷം യോഗം എന്നാണ് കോൺഗ്രസിന്റെ വാദം. പ്രതിസ്ഥാനത്ത് CPM ആണ്. അത് ബോധ്യമുള്ളപ്പോൾ എന്തിനാണ് ഒരു ഒത്തുതീർപ്പിന്റെ ആവശ്യമെന്നും കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ ഈ നീക്കം ലീഗിനെ വലിയ പ്രതിസന്ധിയിലാക്കും. വിദ്വേഷ നീക്കങ്ങളിൽ വടകരയിലെ താഴെത്തട്ടിൽ വർഗീയമായ ചേരിതിരിവ് ഇല്ലാതിരിക്കാൻ കുഞ്ഞാലിക്കുട്ടി ദീർഘവീക്ഷണത്തോടെ സ്വീകരിച്ച നിലപാടാണിത്. എന്നാൽ ഇതിൽ കോൺഗ്രസിന്റെ സമീപനം വീണ്ടും ലീഗിന് തിരിച്ചടിയാവുകയാണ്. LDFിന്റെയും UDFിന്റെയും കടുത്ത സൈബർ പ്രചാരണമാണ് വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തകർത്തത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ശക്തമായി ഉയർന്നു. ഇരു ക്യാമ്പുകളും പരസ്പരം നിയമപരമായ നോട്ടീസ് നൽകിയിരുന്നു. ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വർഗീയ മുദ്രാവാക്യം വിളിച്ചുള്ള വാട്സപ്പ് സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകനെയാണ് LDF കുറ്റപ്പെടുത്തിയത് എങ്കിലും രണ്ടാമൻ കുറ്റം നിഷേധിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. തെരഞ്ഞെടുപ്പിന് ശേഷം LDFും UDFും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയും വടകരയിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമത്തിനെതിരെ പരിപാടികൾ സംഘടിപ്പിച്ചു. മെയ് 11-ന് നടന്ന UDF പരിപാടിയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കും നടി മഞ്ജു വാര്യർക്കുമെതിരെ RNP നേതാവ് KS ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം വ്യാപക വിമർശനത്തിന് ഇടയാക്കുകയും മെയ് 12-ന് രാത്രിയും മലപ്പുറത്തെ ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുകയും ചെയ്തു. മെയ് 14 ചൊവ്വാഴ്ച IUML സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സർവകക്ഷി യോഗം നടത്താനുള്ള നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തു. UDF പ്രചരണ സമിതി അംഗം കൂടിയായ IUML നേതാവും മുൻ കുറ്റ്യാടി MLAയുമായ പാറക്കൽ അബ്ദുള്ളയും ഇത് അംഗീകരിച്ചു. എന്നിരുന്നാലും വാട്സപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ട വിവാദം ഒതുക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന് സംഭവത്തിൽ പങ്കില്ലെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരമൊരു സന്ദേശം സൃഷ്ടിച്ചതിലും പ്രചരിപ്പിച്ചതിലും തന്റെ പാർട്ടിക്കാരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് സാങ്കേതികമായി തെളിയിക്കാനാകുമെന്ന് IUML നേതാവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വ്യാജ വാട്സപ്പ് സന്ദേശ വിവാദം എന്നേക്കുമായി കുഴിച്ചുമൂടാൻ സർവകക്ഷി യോഗം ഉപയോഗിക്കരുത് എന്ന് IUMLന്റെ വിദ്യാർത്ഥി വിഭാഗമായ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനിലെ ചില നേതാക്കളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്ററുകളുമായി രംഗത്തെത്തി. അതിനിടെ വർഗീയ സോഷ്യൽ മീഡിയ സന്ദേശത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും RMPയും ആവശ്യപ്പെട്ടു. അവിടെ സമാധാനം നിലനിർത്താൻ സർവകക്ഷി യോഗം നടത്താനുള്ള സന്ദേശത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ വടകരയിലെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമായി എന്ന ആരോപണം നേരിടുന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാകരുത് എന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പറഞ്ഞുവെച്ചു. വാട്സപ്പ് സന്ദേശം സൃഷ്ടിച്ചവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണുഗോപാലും പറയുന്നു. ചുരുക്കത്തിൽ വടകരയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നും വിദ്വേഷങ്ങളിൽ ഒത്തുതീർപ്പ് വേണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് ഇവിടെയും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നത് ലീഗിന്റെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും പരിഗണന നൽകാതിരിക്കുന്നതിന് സമാനമാണ് എന്ന വിമർശനത്തിന് പ്രസക്തി നൽകുന്നുണ്ട്.